ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 24 വെള്ളിയാഴ്ച 2 മലയാള സിനിമകൾ മാത്രമാണ് തിയേറ്ററിലെത്തുന്നത്. മറ്റ് ഭാഷകളിൽ നിന്ന്, അതായത് തമിഴിൽ നിന്നോ ഹിന്ദിയിൽ നിന്നോ തെലുങ്കിൽ നിന്നോ ഒന്നും തന്നെ നാളെ കേരളത്തിൽ ഒരു സിനിമയും റിലീസ് ചെയ്യപ്പെടുന്നില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. നെല്ലിക്കമ്പയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന മലയാള സിനിമയാണ് നാളെ പ്രധാനമായിട്ടും തിയേറ്ററിലെത്തുന്നത്. ഒരു ഹൊറർ കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമ നവാഗതനായ നൌഫൽ അബ്ദുള്ളയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സുനു, യവി, ജ്യോതിഷി എന്നിങ്ങനെ രണ്ടുപേരാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. മാത്യു തോമസ്, റോഷൻ ഷാനവാസ്, ശരത് സഫ, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, മെറിൻ ഫിലിപ്പ്, റോണി ഡേവിഡ്, അബു സലീം, നൌഷാദ് അലി എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് അഭിലാഷ് ശങ്കറാണ്. സംവിധായകനായ നൌഫൽ അബ്ദുള്ള തന്നെയാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. നെഹ നായർ, എക്സാൻകാരി പെരേര എന്നിവരാണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. ഗൗതം രവീന്ദ്രൻ തിരക്കഥ സംവിധാനം ചെയ്യുന്ന കനോലി ബാൻഡ് സെറ്റ് എന്ന സിനിമയാണ് നാളത്തെ രണ്ടാമത്തെ റിലീസ്. റോഷൻ ചന്ദ്ര, ജിസ്മ ജിജി എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരന്നിട്ടുള്ളത്. വെസ്റ്റേൺ ബ്രീസ് പിക്ചേഴ്സിന്റെ ബാനറിൽ ബാബു കാരാട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഛായാഗ്രഹണം ഇന്ദ്രജിത്തും നൌഫൽ അഹമ്മദ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഉന്മേഷ് തൃശൂരാണ് ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ആദിത്യ സർപോത്കർ സംവിധാനം ചെയ്ത് ഒക്ടോബർ 21 ചൊവ്വാഴ്ച തിയേറ്ററിലെത്തിയ ഒരു റൊമാന്റിക് കോമഡി ഹൊറർ എന്റർടൈനർ സിനിമയാണ് തമ്മ. മോഡോക്ക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഈ സിനിമയിൽ ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദീഖി, പരേഷ് റാവൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമകളിൽ മികച്ച ഹോളിൽ നിലനിർത്തി വമ്പൻ കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടിയാണ് തമ്മ. ചിത്രം ആദ്യ 2 ദിവസം കൊണ്ട് 42 കോടി 60 ലക്ഷം രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 2 ദിവസം കൊണ്ട് 51 കോടി 10 ലക്ഷം സ്വന്തമാക്കിയ സിനിമ 4 കോടി രൂപ വിദേശ കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. 55 കോടി 10 ലക്ഷം രൂപയാണ് ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇനി 3ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷനിലേക്ക് വന്നാൽ 15 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 കോടിക്ക് മുകളിലുമാണ്. ആദ്യ 3 ദിവസം കൊണ്ട് അങ്ങനെ ഈ സിനിമ ലോകമെമ്പാടുമായി 75 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. മിലാപ് സവേരി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 21 ചൊവ്വാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ 2ാമത്തെ ബോളിവുഡ് സിനിമയാണ് ഏക് ദീവാനെ കി ദീവാനിയാത്ത്. ഹർഷവർദ്ധൻ റാണെ, സോനം ബെജ്വ, സച്ചിൻ ഗേദേക്കർ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ താരങ്ങൾ. ഈ സിനിമ ചൊവ്വ ബുധൻ എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 20 കോടി രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത്. വിദേശ കളക്ഷനായി 2 ദിവസം കൊണ്ട് 1 കോടി ഉൾപ്പെടെ 21 കോടി രൂപ 2 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. 3ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 31 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. ഒക്ടോബർ 17 വെള്ളിയാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിലെത്തി മികച്ച കളക്ഷനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ഡ്യൂഡ്. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസം കൊണ്ട് കേരളത്തിൽ 2 കോടി 86 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. 7ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 6ാം ദിവസം ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് 3 കോടി 20 ലക്ഷം രൂപയായിരുന്നു. 6 ദിവസം കൊണ്ട് 42 കോടി 20 ലക്ഷം രൂപയാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. 6 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് 63 കോടി 90 ലക്ഷം രൂപയും വിദേശ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് 20 കോടി 50 ലക്ഷം രൂപയുമാണ്. ടോട്ടൽ 84 കോടി 40 ലക്ഷം രൂപയാണ് ഈ സിനിമ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഇന്നും മൈത്രി മൂവീസിന്റെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. 6 ദിവസം കൊണ്ട് 100 കോടി നേടി എന്ന പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി 7ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 6 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 7 ദിവസം കൊണ്ട് അങ്ങനെ ലോകമെമ്പാടുമായി 90 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഒക്ടോബർ 17 വെള്ളിയാഴ്ച ഡ്യൂഡ് എന്ന സിനിമയ്ക്കൊപ്പം ദീപാവലി ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ബൈസൺ. ധ്രുവ് വിക്രം നായകനായി മാരി ശെൽവരാജ് സംവിധാനം ചെയ്ത ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മികച്ച കളക്ഷനാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് 73 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 6ാം ദിവസം ഇന്നലെ ബുധനാഴ്ച തമിഴ്നാട്ടിൽ 3 കോടി 35 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 6 ദിവസം കൊണ്ട് 27 കോടി 60 ലക്ഷം രൂപയാണ് തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. 6 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 30 കോടി 5 ലക്ഷം രൂപയും വിദേശ കളക്ഷൻ 5 കോടി 25 ലക്ഷം രൂപയുമാണ്. അങ്ങനെ 35 കോടി 30 ലക്ഷം രൂപയാണ് ആദ്യ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 7ാം ദിവസം ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് 40 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് 3 വാരം പിന്നിട്ട് 4ാമത്തെ വ്യാഴാഴ്ച കൂടിയായി 22ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ചിത്രം ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 37,25,000 രൂപയായിരുന്നു. ആദ്യ 21 ദിവസം കൊണ്ട് കേരളത്തിൽ 52 കോടി 62 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 22ാം ദിവസം ഇന്ന് വ്യാഴാഴ്ച കേരളത്തിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 53 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. കർണാടകയിൽ ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 5 കോടി 50 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 21 ദിവസം കൊണ്ട് കർണാടക കളക്ഷനായി 223 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 21 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 664 കോടി 85 ലക്ഷം രൂപയും വിദേശ കളക്ഷൻ 108 കോടി 65 ലക്ഷം രൂപയുമാണ്. 21 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 773 കോടി 50 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 22ാം ദിവസം ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 22 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 784 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഷറഫുദ്ദീൻ നായകനെ പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയത് സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് പെറ്റി ഡിറ്റക്റ്റീവ്. അനുപമ പരമേശ്വരൻ, വിനയ് ഫോർട്ട്, വിനായകൻ, ജോമോൻ ജ്യോതിർ, ശ്യാം മോഹൻ, ഫഹദ് മാനുവൽ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ
ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 6,08,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8ാം ദിവസമായിരുന്ന വ്യാഴാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 6,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നിൽക്കുന്നത്. 8 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 11,50,00,000 റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.